ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് റെഡിയാക്കുന്നത്. കുറച്ചൊരു വ്യത്യസ്തമായിട്ട് കാണാൻ നല്ല ഭംഗി എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് ആദ്യം ഒരു 1/4 കപ്പ് മല്ലിയില ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരൊറ്റ അല്ലി വെളുത്തുള്ളി, എരിവിന് ആവശ്യമായിട്ട് 1-2 പച്ചമുളക്. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ ആവുന്ന സമയത്ത് 1 മതിയാകും. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും അളവ് ഒരിക്കലും കൂടി പോകരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർക്കാം. ഇതിനു വേണ്ടി മല്ലിയില എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില തന്നെ എടുക്കണം കേട്ടോ. എന്നാലേ കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു വലിയ ബൗളിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ഒരു മല്ലിയില അരച്ചപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, എരിവ് നോക്കിയിട്ട്. ഇനി ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ ഇത് ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമല്ല കേട്ടോ, കാരണം നമ്മൾ മല്ലിയില ചേർക്കുമ്പോൾ ഒറിഗാനോ വേണമെന്നില്ല. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒറിഗാനോയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇത്തിരി ജീരകത്തിൻ്റെ പൊടി, അതല്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള മിക്സിങ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത്, ഒരുപാട് കട്ടിയിലാവരുത്, നല്ല തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ മല്ലിയിലയുടെ പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ കാണുന്ന സമയത്ത് മല്ലിയിലയുടെ ഒരു കുത്തു ടേസ്റ്റ് വരുമോ എന്നൊക്കെ തോന്നും. പക്ഷേ ആ പ്രശ്നമൊന്നും വരില്ല കേട്ടോ, ഒരു കളറേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പാലും മുട്ടയും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ മല്ലിയിലയുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഒന്നും ഇതിലേക്ക് വരില്ല. നല്ലൊരു കളറും ഉണ്ടാവും, പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവർ അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാനിവിടെ മൊത്തം 3 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പാല് ഫ്രഷ് മിൽക്കാണ് കേട്ടോ, തിളപ്പിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 7 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഒരു 7 അല്ലെങ്കിൽ ഒരു 8 പീസ് ബ്രെഡൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് ഈ ഒരു മിക്സിങ് വെച്ചിട്ടുണ്ടാവുക. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ നെയ്യ്, അതിൽ ചെയ്യുമ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. ഓയിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് അത്രയ്ക്കൊരു ടേസ്റ്റ് തോന്നുന്നില്ല. അപ്പോൾ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബട്ടർ ചൂടായി വരുന്ന സമയത്ത് ഇതിൽ നമ്മൾ സാധാരണ നമ്മൾ ബ്രെഡ് വാട്ടിയെടുക്കുന്നുണ്ടല്ലോ, അതുപോലെ ഈ ഒരു മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കളറ് മാറും, പക്ഷെ നന്നായിട്ട് ആ ഫ്രൈ ആയി കിട്ടിയൊരു ടേസ്റ്റ് കിട്ടില്ല. അതായത് നമ്മൾ മല്ലിയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ചെറിയ തീയിലിട്ടിട്ട് ഒന്നിങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ ബട്ടർ ആക്കി ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ബട്ടർ നമ്മൾ പാനിലിട്ടിട്ട് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ബട്ടർ കരിഞ്ഞിട്ടുള്ളൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് 2 ഭാഗവും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ വിചാരിക്കും ഇത്രയ്ക്ക് പച്ചക്കളറൊക്കെ ആവുന്ന സമയത്ത് 1/4 കപ്പ് മല്ലിയിലേക്ക് എടുക്കുമ്പോൾ മല്ലിയിലയുടെ ആ ഒരു കുത്ത് ടേസ്റ്റ് കൂടിക്കഴിഞ്ഞാലുള്ള ടേസ്റ്റ് വരുമോ എന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ബട്ടറിൽ ഗീയിലൊക്കെ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തും കൂടി എടുക്കുന്ന സമയത്ത് ആ മല്ലിയിലയുടെ ചെറിയ ഫ്ലേവറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മല്ലിയില ഒരു ഇത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് അവർ മുരിഞ്ഞു വരുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, ആ രീതിയിലാകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ 2 ഭാഗം കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആവുന്ന പോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് എടുക്കാം. ആ കറക്റ്റ് ചെറിയ തീയിൽ കിടന്നിട്ട് ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോഴാണ് അതിന് പ്രത്യേകം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ നല്ല ചൂടോടുകൂടെ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ബാക്കിയുള്ള പീസ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. രണ്ടാമത്തെ സെക്ഷൻ ഞാൻ ചെയ്യുന്നത് നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ. നെയ്യിലും അതേ ടേസ്റ്റ് തന്നെ കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നെയ്യ് ഒഴിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തതുപോലെ തന്നെ നെയ്യ് ചൂടാവുന്ന സമയത്ത് ആ ഒരു മിക്സിൽ മുക്കിയിട്ട് 2 പീസ് ബ്രെഡ് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ആവുന്ന സമയത്ത് തിരിച്ചും മറിച്ച് അങ്ങനെ 1-2 പ്രാവശ്യം ഇട്ടിട്ട് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മുറിച്ചിട്ട് ഇതുപോലെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇതുപോലെ കോണായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്വയർ ഷേപ്പിലായിട്ടോ കുട്ടികൾക്ക് എങ്ങനെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ആവുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല എളുപ്പത്തിൽ അങ്ങ് മുരിഞ്ഞ് റെഡിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. 4 മണിക്കൊക്കെ ചൂടോടുകൂടി തന്നെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തു വിടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ മോൾക്ക് കൊടുത്തു വിടലുണ്ട്, അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഒരു ഇത്തിരി തണുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല.
അപ്പം ഏകദേശം ഇതേ ഒരു രീതിയിൽ തന്നെ വരുന്നൊരു അടിപൊളി സാൻഡ്വിച്ച് റെസിപ്പി കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു രീതിയിലുള്ള ബ്രെഡ് ടോസ്റ്റ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്